പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മാജിക് സ്ക്വയർ. മാജിക് സ്ക്വയറുകളുടെ ഫോർമുല എന്താണെന്നാണ് വിവരിക്കുന്നത്. ഇപ്പോൾ 1 മുതൽ 9 വരെ ഉള്ള സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ വേണമെങ്കിലും ഒരു സ്ക്വയറിൽ ക്രമീകരിച്ചു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ 9 കളങ്ങൾ, ഇങ്ങനെയുള്ള 1 2 3 4 5 6 7 8 9 ഇങ്ങനെയുള്ള 9 കളങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഈ അക്കങ്ങളൊന്നും ആവർത്തിക്കരുത്. അതുപോലെ തന്നെ ഇങ്ങനെ കൂട്ടിയാലും വരിയായിട്ടും നിരയായിട്ടെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 15 കിട്ടണം. ഇങ്ങനെ കോണോട് കോണ് കൂട്ടിയാലും 15 കിട്ടണം. അങ്ങനെ ഈ നമ്പറുകൾ എങ്ങനെ ക്രമീകരിക്കാം? 1 തൊട്ട് 9 വരെയുള്ളത്. അപ്പം ഇങ്ങനെയുള്ളൊരു ചോദ്യങ്ങൾ ധാരാളമുണ്ട്. ഇത് 1 തൊട്ട് 9 വരെ. ഇനി 2 4 6 കൊടുക്കാം. അതുപോലെ ഇതിപ്പം 3 × 3 ആണ്. ഇനി അടുത്ത 5 × 5 25 കോളത്തിൻ്റെ, അതുപോലെ 7 × 7 49 കോളത്തിൻ്റെ ഇങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഫോർമുലയാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ 1 എന്ന് പറയുന്നത് ആദ്യത്തെ സംഖ്യ ഇവിടെ ഒന്നാമത്തെ വരിയിലെ നടുക്ക് രേഖപ്പെടുത്തണം. രണ്ടാമത്തത് സംഖ്യ വെച്ചാൽ വലതുവശത്ത് മുകളിലേക്ക് റൈറ്റ് അപ്പാണ് രേഖപ്പെടുത്തുന്നത്. വലതുവശത്ത് മുകളിലെ കോളം, ഇവിടെ ഒരു കോളം ഇല്ല. ഇവിടെ മുകളിൽ കോളം ഇല്ലെങ്കിൽ പിന്നെ ഇത് റൗണ്ട് ചെയ്ത് താഴത്തെ കോളത്തിലാണ് അടുത്ത അക്കം നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. 2 രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അടുത്ത സംഖ്യ റൈറ്റ് അപ്പാണ്. ഇവിടുന്ന് വലതുവശത്ത് ഈ കോളത്തിലാണ്, ഇവിടെയാണ്. ഇവിടെ കോളം ഇല്ല എങ്കിൽ ഇതിൻ്റെ നേരെ കറങ്ങി ഇതിൻ്റെ ഇങ്ങേ അറ്റത്തെ കോളം. ഇവിടെ ഇല്ലെങ്കിൽ അടുത്ത് പിന്നെ പുറകോട്ട് വരികയാണ്. അപ്പം 3 ഇവിടെ രേഖപ്പെടുത്തും. 3 ഇവിടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ 1 ആയി 2 ആയി 3 ആയി. അടുത്ത 4 എന്ന് വെച്ചാൽ റൈറ്റ് അപ്പിൽ റൈറ്റ് സൈഡിൽ അപ്പിൽ ഇവിടെ 1 ഓൾറെഡി എഴുതിപ്പോയി. 1 ഓൾറെഡി എഴുതിപ്പോയെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഈ 3ൻ്റെ നേരെ താഴെ പിന്നെ നേരെ ബാക്കോട്ട് അടിക്കുകയാണ്. 3ൻ്റെ നേരെ താഴെ 4 എഴുതുക. 4 എഴുതി 5 റൈറ്റ് അപ്പ്, വലതുവശത്ത് മുകളിലുള്ളത്. ഇവിടെ 5 എഴുതാം, ഒരു കുഴപ്പമില്ല. 6 ഇവിടുന്ന് നേരെ മുകളിലേക്ക്. 7 ഇവിടുന്ന് നേരെ മുകളിലേക്ക്. ഇവിടെ നേരെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ മുകളിലൊരു കോളം, ഇതിൻ്റെ പുറകോട്ട് പോകാനില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ താഴേക്ക് പുറകോട്ടേക്ക് വിലയിക്കുക. 7 ഇങ്ങോട്ടേക്ക് നേരെ താഴെ എഴുതുക. 8 എഴുതേണ്ടത് ഇതിൻ്റെ നേരെ റൈറ്റ് അപ്പ്, വലതുവശത്ത് മുകളിൽ ഇവിടെ കോളം ഇല്ലെങ്കിൽ ഇതിന് നേരെ ബാക്കോട്ടേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ 8. പിന്നെ 9 എന്ന് വെച്ചാൽ ഇവിടെ റൈറ്റ് അപ്പ്, വലതുവശത്ത് മുകളിൽ ഈ കോളം. ഇവിടെ കോളം ഇല്ലെങ്കിൽ അതിന് നേരെ താഴേക്ക് എടുക്കുക. 9. അപ്പം നമ്മൾ എല്ലാ നമ്പറുമായി 1 ആയി 2 3 4 5 6 7 8 9. ഒരു നമ്പർ ആവർത്തിച്ചില്ല. ഇനി നമുക്ക് കൂട്ടി നോക്കിക്കേ. 8 1 9, 9 6 15, 5 3 8 അല്ലേ, 5 3 8, 8 7 15, 4 9 13, 13 2 15. ഇനി 8 3 11, 11 4 15, 5 1 6, 6 9 15, 6 7 13, 13 2 15, 6 5 11, 11 4 15, 8 5 13, 13 2 15. അപ്പം എങ്ങനെ നോക്കിയാലും 15 കിട്ടും. എങ്ങനെയാണ് ഈ 15 വന്നത്? നടുക്കത്തെ സംഖ്യയായ 5 × എത്ര കോളാണ്? 1 2 3 കോളം. 5 × 3 5 15. അപ്പം എങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ ഒരു ഫോർമുല വെച്ച് നമ്മൾ നമ്പർ എങ്ങനെ ക്രമീകരിച്ച് കഴിഞ്ഞാലും അതിൻ്റെ നടുക്കത്തെ സംഖ്യയോട് അതിന് എത്ര കോളമാണ്, 3 ആണെങ്കിൽ 3,
ഗുണിച്ചാൽ ആ സമ്മാണ് നമുക്കിങ്ങനെ കിട്ടുക. ഇനി 1, 2, 3, 4, 5, 6 പകരം നമുക്ക് വേറെ വേണമെങ്കിൽ ഇരട്ട സംഖ്യകൾ എടുക്കാം. 2, 4, 6, 8, 10, 12, 14, 16, 18 ഈ 9 സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. അപ്പം അതിൻ്റെ നടുക്ക് വരുന്ന സംഖ്യയുടെ 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ സമ്മ് കിട്ടുക. അപ്പം ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് 2 ഇവിടെ വെച്ചാണ്, ഒന്നാമത്തെ വരിയിലെ രണ്ടാമത്തെ കോളത്തിൽ. ഓക്കെ, 2. ഇതിൻ്റെ റൈറ്റ് അപ്പ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നേരെ താഴെ 4, 2, 4, ഇനി 6 റൈറ്റ് അപ്പ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ പുറകിൽ 4 കഴിഞ്ഞാൽ 6. പിന്നെ ഇവിടെ മുകളിലേക്ക് ഇവിടെ എഴുതാൻ പറ്റാത്തത് കൊണ്ട് നേരെ കീഴടങ്ങുക, താഴേക്ക് കീഴടങ്ങുക. 6 കഴിഞ്ഞാൽ 8. പിന്നെ 10 നേരെ പോവാം. പിന്നെ 12, പിന്നെ 14 ഇവിടെ മുകളിൽ ഇവിടെ ഒരു കോളോ ബോക്സോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ കീഴടങ്ങുക താഴേക്ക്. സാഹചര്യം ഇല്ലേ നേരെ താഴേക്ക് കീഴടങ്ങുക. ഓക്കെ, താഴേക്ക് 14, 16 ഇങ്ങോട്ടാണ്. ഇവിടെ ഇല്ലെങ്കിൽ ഈ കോളത്തിൻ്റെ പുറകിലേക്ക് പോവുക. 14, 16. പിന്നെ ഇതിൻ്റെ റൈറ്റ് അപ്പ് ഇതിൻ്റെ മുകളിൽ ഇല്ലെങ്കിൽ നേരെ താഴേക്ക് വരിക. 18. ഈ സംഖ്യയുടെ തുകകൾ എന്ന് പറയുന്നത് 10 × 1, 2, 3 3 എന്ന് വെച്ചാൽ 30 വരും. നോക്കിക്കോ, 16ഉം 2ഉം 18, 18ഉം 12ഉം 30, 6ഉം 10ഉം 16ഉം 14ഉം 30, 8ഉം 18, 26ഉം 4ഉം 30, 16ഉം 6, 22ഉം 8ഉം 30, 10ഉം 2ഉം 12ഉം 18ഉം 30, 12ഉം 14, 26ഉം 4ഉം 30. അങ്ങനെ നോക്കിയാൽ 30 വരും. ഇതുപോലെ തന്നെ നമുക്ക് 25 വരെയുള്ള 1, 2, 3, 4, 5 തൊട്ട് 25 വരെയുള്ള 5ൻ്റെ ഗുണിതങ്ങൾ. 5ൻ്റെ ഒറ്റസംഖ്യകളുടെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അടുത്ത് പിന്നെ 7, 7, 49-നാണ്. 5ൻ്റെ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി ഒന്ന് നോക്കാം. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. അപ്പം നമ്മളിവിടെ ആദ്യം 1-ലാണ് പറയുന്നത്. ഇവിടെയാണ് ഒന്നാമത്തെ നിരയിൽ നടുക്ക് 1 തുടങ്ങി. ഓക്കെ, റൈറ്റ് അപ്പ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നേരെ താഴെയാണ് എഴുതുക. 2, പിന്നെ റൈറ്റ് അപ്പ് 3, പിന്നെ റൈറ്റ് അപ്പ് ഇവിടെ ഇല്ലെങ്കിൽ നേരെ പുറകിലേക്ക് പോവുക. ഇവിടെ ഇല്ലെങ്കിൽ ഇതിൻ്റെ നേരെ പുറകിൽ 4, റൈറ്റ് അപ്പ് 5, റൈറ്റ് അപ്പ് ഇവിടെ സംഖ്യ ആയിപ്പോയി. അപ്പം നമ്മൾ പുറകോട്ട് വലിയ നേരെ താഴേക്ക് പോവുക. 6, റൈറ്റ് അപ്പ് 7, വീണ്ടും റൈറ്റ് അപ്പ് 8, വീണ്ടും റൈറ്റ് അപ്പ് ഇവിടെ ഇല്ലെങ്കിൽ ഇതിൻ്റെ നേരെ താഴേക്ക് വരിക. 9, റൈറ്റ് അപ്പ് ഇവിടെ ഈ സൈഡിൽ ഇല്ലെങ്കിൽ ഇതിന് നേരെ പുറകോട്ട് പോവുക. 10, പിന്നെ 11 ഇവിടെ റൈറ്റ് അപ്പ് ഇവിടെ സംഖ്യ ആയിപ്പോയി പുറകോട്ടേക്ക് വലിയ 11, പിന്നെ റൈറ്റ് അപ്പ് 12, റൈറ്റ് അപ്പ് 13, റൈറ്റ് അപ്പ് 14, റൈറ്റ് അപ്പ് 15, റൈറ്റ് അപ്പ് ഇവിടെ നോക്കാത്ത ഇവിടെ ഒരു കോളവും ഇല്ല. നേരെ താഴേക്ക് പൊരിക. താഴേക്ക് പോയാൽ 16, റൈറ്റ് അപ്പ് ഇവിടെ സംഖ്യയിൽ ഇവിടെ ബാക്കിൽ കോളം കിടപ്പുണ്ട്. 17, റൈറ്റ് അപ്പ് ഇവിടെ ബോക്സിൽ ഇതിൻ്റെ നേരെ താഴേക്ക് വരിക. 18, റൈറ്റ് അപ്പ് 19, റൈറ്റ് അപ്പ് 20, റൈറ്റ് അപ്പ് 21 ഇവിടെ സ്ഥലമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 20 പുറകോട്ടേക്ക് വരിക, നേരെ താഴെ എഴുതുക. 21, റൈറ്റ് അപ്പ് 22, റൈറ്റ് അപ്പ് ഇവിടെയാണ്. ഇവിടെ സ്ഥലമില്ല, ഇതിന് നേരെ ബാക്കോട്ടേക്ക് വരിക. 23, റൈറ്റ് അപ്പ് 24, റൈറ്റ് അപ്പ് ഇവിടെ ഇല്ലെങ്കിൽ ഇതിന് നേരെ താഴേക്ക് പോവുക. 25, 25 കോളം ഫില്ലായി. ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് ഇതിൻ്റെ നടുക്കാണ്.
ഈ നടുക്കത്തെ 13 ഗുണിക്കണം, നടുക്കത്തെ നമ്പർ 13 13 ഗുണിക്കണം എത്ര കോളം? 1 2 3 4 5. 13 ഗുണിക്കണം 5 എന്ന് വെച്ചാൽ 3 5 15 5 ശിഷ്ടം 1 1 5 ഇത് 65. എങ്ങനെ കൂട്ടിയാൽ 65 കിട്ടും? നമുക്ക് നോക്കാം. 18ഉം 2ഉം 20, 11ഉം 9ഉം 20, 20 40, 40ഉം 25, 4 2 6 65 കണ്ടോ? ഇതുപോലെ ഏത് കൂട്ടിയാലും നമുക്ക് 65 കിട്ടും. ഇതാണ് നമ്മുടെ മാത്തമാറ്റിക്സ് മാജിക് സ്ക്വയറിൻ്റെ ഫോർമുല. ഇതുപോലെ നമുക്ക് 1 തൊട്ട് 25 വരെയുള്ളത്, ഇങ്ങനത്തെ 1 തൊട്ട് 49 വരെയുള്ള ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. 7 കോളം എടുക്കുക, 49ന് ഇതേ ഫോർമുല ഉപയോഗിക്കുക. ഇതൊന്നും കൂടി മനസ്സിലായി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഒരിക്കൽ കൂടി വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. താങ്ക് യു.